ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സൂപ്പർ മ്യൂച്വൽ ഫണ്ടാണ് പരിചയപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് SIP ആയിട്ടും ചെയ്യാം, ലംസമായിട്ടും ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ലംസമായിട്ടാണ്. ഞാനിപ്പോൾ തന്നെ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ ലംസമായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബേസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് SIP ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതൊരു ബേസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കിടക്കുക. അതിന് ശേഷമാണ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ 2 ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഏഞ്ചൽ വണ്ണ്, 2 അസറ്റ് പ്ലസ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ അക്കൗണ്ട് എടുത്ത് ആക്റ്റീവ് ആയതിനു ശേഷം സാധാരണ നോർമൽ പ്രോസസ്സാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിൽ അക്കൗണ്ട് എടുക്കാം. അപ്പോൾ അത് ആക്റ്റീവ് ആയതിനു ശേഷം നിങ്ങൾക്ക് തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ കൂടി ഞാൻ ആ ലിങ്കിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഡിസ്ക്രിപ്ഷനിൽ ഉള്ള ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് എടുക്കുന്നവരാണ് എൻ്റെ ക്ലയൻ്റ് ആകുക. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ എടുക്കുമ്പോൾ ഈ അസറ്റ് പ്ലസിൽ എടുക്കുന്നവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ഞാൻ കളറൊന്ന് മാറ്റാം. ഈ ഒരു ഓപ്ഷൻ അഡ്വൈസർ എന്ന് പറഞ്ഞ് കണ്ടില്ലേ, ഇവിടെ രാജേഷ് എന്നും എൻ്റെ നമ്പറും കാണാൻ പറ്റും. ഞാൻ മറ്റൊരു നമ്പറാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നമ്പർ കൂടി കാണാനായിട്ട് സാധിക്കും. അതായത് ഇതിൽ അക്കൗണ്ട് എടുക്കുന്നവർക്ക് അഡ്വൈസ് കൊടുക്കാനുള്ള പെർമിഷനേ എനിക്കുള്ളൂ. മറ്റുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ നിങ്ങൾ നമ്മുടെ 5 പൈസയിലോ അല്ലെങ്കിൽ ഏഞ്ചലിലോ ഒക്കെ ഒരുപക്ഷെ അക്കൗണ്ട് എടുത്തിട്ടുണ്ടാകാം. പക്ഷേ അതിലൊന്നും ഒരു അഡ്വൈസ് കൊടുക്കാനുള്ള പെർമിഷൻ എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത്, അസറ്റ് പ്ലസ്സിലോ അല്ലെങ്കിൽ ഏഞ്ചൽ വണ്ണിലോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് എടുത്ത് ആക്റ്റീവ് ആയതിനു ശേഷം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ NRIക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. NRIയിൽ ഇതുവരെ നമുക്ക് സക്സസ് ആയിട്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം കുറേ ലിമിറ്റേഷൻസും പ്രശ്നങ്ങളും വരുന്നുണ്ട്. കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഉണ്ടാകാം. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് സക്സസ് ആയിട്ടൊന്നും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ത്യയിൽ നിലവിലുള്ളവർക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, ഒരുപാട് മെസ്സേജുകൾ വരുന്നുള്ളതുകൊണ്ട് നമ്മുടെ ഈ അക്കൗണ്ട് ഉപയോഗിച്ചെടുത്തവർ മാത്രം നമുക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും. ബാക്കിയുള്ളവർക്ക് ഞാൻ പബ്ലിക്കായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. നിങ്ങൾക്കെല്ലാം ഇത് കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. അങ്ങനെ ഉപകാരപ്പെടട്ടെ. നമുക്ക് വാട്സപ്പിൽ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ, കമൻറ്റിൽ ചോദിച്ചോളൂ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാ ആഴ്ചയും മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളും ഒക്കെ അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല നല്ല ഫണ്ടുകൾ കിട്ടാറുണ്ട്. കിട്ടുന്ന ഫണ്ടുകൾ നമ്മൾ ഒഴിവാക്കാറുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ലംസം ഇവിടെ ചെയ്യുന്നത്. ബിഗിനർ SIP ചെയ്താൽ മതി, കുഴപ്പമില്ല. ലംസം ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബേസ് ക്രിയേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പുതിയതായിട്ട് വരുന്നവർ ബേസ് ക്രിയേഷന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം. 2-3 SIPകൾ നമുക്ക് ആ ബേസിൽ ചെയ്യണം, ആ ബേസ് ക്രിയേഷനിൽ ചെയ്യണം. അതിനുശേഷം തീമാറ്റിക് ഫണ്ടുകൾ എടുത്താൽ മതിയാവും, കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മുടെ മാർക്കറ്റ് മാറ്റുന്ന സെബി രജിസ്റ്റേർഡ് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിൽ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് സംഭവങ്ങളൊന്നുമില്ല. പകരം നിങ്ങൾക്ക് ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് മിറായി അസറ്റിൻ്റെ ഗ്രേറ്റ് കൺസ്യൂമർ ഫണ്ടാണ്. സ്പെല്ലിങ് ക്ലിയർ ആയിട്ട് നോക്കിക്കോളൂ. പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടേതായ സ്റ്റഡികളും കാര്യങ്ങളും നടത്തിയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. നമ്മൾ ആകെ പറഞ്ഞിരിക്കുന്ന വാട്സപ്പ് അയക്കരുത്. കാരണം ഒരുപാട് പേര് വീഡിയോ കാണുന്നതാണ്. എനിക്ക് ഒരുപാട് പുറത്തുനിന്ന് മെസ്സേജ് വരുന്നത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമറെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ മെസ്സേജിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കാരണം അത് ഞാൻ കൊടുക്കണമല്ലോ, എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ ആപ്ലിക്കേഷനിൽ തന്നെ അഡ്വൈസർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരാണ് എഴുതി വരുന്നത്. അപ്പോൾ ഞാനത് കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ അതാണ് കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ പേരും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഫണ്ടിൻ്റെ പേര് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇവിടെ സ്പെല്ലിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ എല്ലാ ക്രൈറ്റീരിയ ഇവിടെ പോസിറ്റീവാണ് കേട്ടോ. എക്സ്പെൻസ് റേഷ്യോ ആയാലും റിട്ടേൺ ആണെങ്കിലും FDയുമായിട്ട് താരതമ്യപ്പെടുത്തി റിട്ടേൺ നോക്കിയാലും റെഡ് ഫ്ലാഗ് നോക്കിയാൽ റെഡ് ഫ്ലാഗ് ഒന്നുമില്ല. എല്ലാ സംഭവം പോസിറ്റീവാണ്. നല്ലൊരു ക്ലീൻ ഫണ്ടാണ്. ഇതിൻ്റെ ഇനി റിട്ടേൺ കണ്ടാലാണ് നമുക്ക് വളരെ ആശ്ചര്യമാവുക. 1 മന്ത് റിട്ടേൺ എത്രയാണെന്ന് നോക്കാം. 5.56% ഒരു മാസത്തെ റിട്ടേൺ.
ഇനി നമുക്ക് 6 മാസത്തെ റിട്ടേൺ എത്രയാണെന്ന് നോക്കാം. 32.85%. ഓർക്കുക, ഇത് 6th മന്ത് റിട്ടേൺ ആണ്. മറ്റൊരു കാര്യം ഓർക്കുക, പാസ്റ്റ് റിട്ടേൺ ഒരിക്കലും ഫ്യൂച്ചർ റിട്ടേണിന് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. നിങ്ങൾക്കത് അറിയാമല്ലോ അല്ലേ? കഴിഞ്ഞ 6 മാസം ഈ റിട്ടേൺ കിട്ടി എന്ന് കരുതിയിട്ട് ഇനി വരുന്ന അടുത്ത 6 മാസം ഈ റിട്ടേൺ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരുപക്ഷെ ഇതിൽ കൂടാം അല്ലെങ്കിൽ ഇതിൽ കുറയാം. പക്ഷേ ഈ ഒരു റിട്ടേൺ, കഴിഞ്ഞ 6 മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് അമേസിംഗ് റിട്ടേൺ ആണ്, ഒരു സംശയമില്ല. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance. ഒരു വർഷത്തെ റിട്ടേൺ നമുക്കൊന്ന് നോക്കാം. എത്രയാണിത്? 51.27%. ഒരു രക്ഷയില്ല അല്ലേ? സൂപ്പർ ഫാൻറ്റാസ്റ്റിക് റിട്ടേൺ ആണ് ഒരു വർഷത്തെ റിട്ടേണും. ഇനി നമുക്ക് 3 വർഷത്തെ റിട്ടേൺ നോക്കാം. 25.65%. CAGR ആണ് കേട്ടോ. അതായത് ഒരു വർഷം 25.65% വെച്ച് കിട്ടുന്നു. അടിപൊളിയല്ല? അപ്പോൾ ക്യാഷ് ഡബിൾ ആകാനായിട്ട് എത്ര വർഷം വേണം? 3 വർഷമോ 4 വർഷം വേണ്ടി വരില്ല. കോമ്പൗണ്ടിങ് റിട്ടേൺ ആണല്ലോ. 4 വർഷമായാലും എന്തായാലും ഡബിൾ കഴിഞ്ഞ് പോയി. എനിക്ക് തോന്നുന്നു 3 വർഷം മതിയാവും ക്യാഷ് ഡബിൾ ആകാനായിട്ട്. ഇനി പോട്ടെ 3-4 വർഷം. അപ്പം 3 വർഷം മുമ്പ് നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3.5-4 വർഷം മുമ്പ്, 4 വർഷം ഉറപ്പാണ്, അപ്പം 3 വർഷത്തിന് മുമ്പ് കൂട്ടാം, ചെയ്തിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ ക്യാഷ് ഡബിളായേനെ. 25.65% CAGR ഉണ്ട് 3 വർഷത്തേത്. ഇനി നമുക്ക് 5 വർഷത്തേത് നോക്കാം. 5 വർഷത്തേത് 25.86% ഉണ്ട്. ഇത് നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ ഈ ആപ്ലിക്കേഷനിൽ കാൽക്കുലേറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാ ഇവിടെ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഭാഗം കണ്ടില്ലേ? ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. SIP ഉണ്ട്, ലംസം ഉണ്ട്. ഞാനിപ്പോൾ ലംസം കാൽക്കുലേറ്റർ എടുത്തു. ഒരു 3 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്ക് 25 സംതിങ് ആണല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ല. എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്കൊരു 3 വർഷത്തെ, എനിക്ക് തോന്നുന്നു ഇത് മതി ഡബിളായി. 25.65 കണ്ടത്. എനിക്കൊന്ന് മൊബൈലിൽ ഇത് നമുക്ക് കൈകൊണ്ട് തിരിക്കാം. ഞാനിപ്പോൾ ലാപ്ടോപ്പിൽ ചെയ്യുന്നതുകൊണ്ടാണ്. 25.5 അത് മതി. ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 50,000 രൂപ. അത് കുഴപ്പമില്ല. ഓക്കെ, 3 വർഷം എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇവിടെ കാണാം, 1,00,000 സംതിങ്. ഓക്കെ. അപ്പം നമുക്ക് ഡബിൾ ആകാനായിട്ട് 3 വർഷം മതി. കണ്ടോ, പീരീഡ് 3 വർഷമാണ്. ഏകദേശം 25% മുകളിൽ വന്നു കഴിഞ്ഞാൽ, അല്ല 25% ആണെങ്കിൽ ഡബിൾ ആകാനായിട്ട് നമുക്ക് 3 വർഷം മതി. അപ്പോൾ ഇത് 5 വർഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷമാണെങ്കിൽ ഇത് 1.77 ലക്ഷമായി. നമ്മൾ 50,000 ആണ് ഇട്ടേക്കുന്നത്, 1.77 അതായത് 3 ഇരട്ടിക്ക് മുകളിൽ പോയി. ഡബിളാകാൻ 3 വർഷവും 3 ഇരട്ടിക്ക് മുകളിലാകാൻ 5 വർഷവും മതി. അപ്പോൾ നമുക്കൊരു 6 വർഷം കൊടുത്തു കഴിഞ്ഞാൽ, 6 വർഷം കൊടുത്താൽ ഭയങ്കര റിട്ടേണായി. 2.27 ലക്ഷമായി. എന്തായാലും ഒരുപാട് ഇരട്ടിയായി അല്ലേ? ഓക്കെ. പക്ഷേ ഇത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താണ്. 25% റേഞ്ച് കിട്ടുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് ഡബിൾ ആകും. അതാകുമോ ഇല്ലയോ നമ്മളൊന്ന് ചെക്ക് ചെയ്താണ്. ഇനിയിപ്പോൾ നമ്മൾ 5 വർഷത്തെ റിട്ടേൺ നോക്കി. ഇനി നമുക്ക് മാക്സിമം റിട്ടേൺ നോക്കാം. ഇത് ഒരു എക്സലൻ്റ് റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നോക്ക്, 11.75 ഇയർ. അതായത് 11 വർഷത്തിന് മുകളിൽ, 11.25 വർഷമല്ലേ ഇത്. കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നില്ല, ചില സമയത്ത് ഓൺ ആൻ ആവറേജ് എന്ന് പറയാം. ചില സമയത്ത് കൂടുതലായിരിക്കും, ചില സമയത്ത് കുറവായിരിക്കും. ഓൺ ആൻ ആവറേജ് 20% മുകളിൽ റിട്ടേൺ തരുന്ന ഒരു ഫണ്ടാണ് മിറായി അസറ്റിൻ്റെ ഗ്രേറ്റ് കൺസ്യൂമർ ഫണ്ട്. ഒരു ഫണ്ട്, ഒരുപാട് ഫണ്ടുകൾ തരുന്നില്ല. ഇത് വിരലിൽ എണ്ണാവുന്ന ഫണ്ടുകൾ മാത്രമാണ്. 10 വർഷമായിട്ട് CAGR 20% മുകളിൽ നിൽക്കുന്ന വിരലിൽ എണ്ണാവുന്ന ഫണ്ടുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ഫണ്ടാണ് മിറായി അസറ്റിൻ്റെ ഗ്രേറ്റ് കൺസ്യൂമർ ഫണ്ട്. അപ്പോൾ 20% എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചില വർഷം ഇതിൽ കൂടുതലായിരിക്കും, ചില വർഷം കുറവായിരിക്കും. ഓൺ ആൻ ആവറേജ് ആണ് 20% മുകളിൽ കേട്ടോ. കഴിഞ്ഞ 11 വർഷത്തിന് മുകളിലായിട്ട് ഈ ഫണ്ട് ഈ ഒരു റിട്ടേൺ ആണ് തരുന്നത്. നമുക്ക് അതൊന്ന് കണക്ക് കൂട്ടി നോക്കിയാലോ. ജസ്റ്റ് 6 വർഷം എന്നുള്ളത് ഇവിടെ 20.5 ആണ്. 20.5 ഇല്ലല്ലോ, നമുക്ക് 20.5 അല്ല, അത് 25.5 ആണ്. അപ്പോൾ നമുക്കിവിടെ 20.5 കൊടുക്കാം. ഇതിന് മുകളിലുണ്ട് ഒരു 10-11 വർഷത്തെ സിനാരിയോ കൊടുക്കാം. ഇനി നമുക്കൊന്ന് നോക്കാം. ഒരു 50,000 രൂപ ഇട്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ 10-11 വർഷം കൊണ്ട് ഒരു 4,68,000 രൂപ ആയേനെ. അതായത് 4 ലക്ഷത്തിന് മുകളിൽ നേട്ടം അല്ലേ. 4.18 ലക്ഷം നേട്ടമാണ്. മറ്റേത് മുതലാണ്, 50,000 മുതലാണ്. അപ്പോൾ ഇങ്ങനെ ഇനിയും ആവട്ടെ, ഇനിയും ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ഈ ഒരു ഫണ്ട് നല്ല പെർഫോമൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫണ്ട് എടുത്ത് ഇതിൻ്റെ
ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ ഒരു സമയത്തും ഇതിൻ്റെ പെർഫോമൻസ് മോശമൊന്നുമില്ല, നല്ല രീതിയിൽ ഇതിൻ്റെ ഗ്രാഫ് കയറി പോകുന്നുണ്ട്. ഡിപ്പുകളിൽ വാങ്ങുന്നതുകൊണ്ട് തെറ്റുമില്ല കേട്ടോ, അങ്ങനെയും നോക്കുക. കാരണം ഈ ഒരു NAV ഇപ്പം നിങ്ങൾ കാണുന്ന 122.56 എന്ന് പറയുന്ന NAV കുറയാൻ സാധ്യതയുണ്ട്. ഇന്ന് മാർക്കറ്റ് നല്ല ഡൗൺ ആണ്, അതുകൊണ്ട് ഇത് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നതും. ഇനി നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ മിറായി അസറ്റിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തു. ഞാനിവിടെ ഒന്ന് ബാക്ക് അടിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫണ്ട് സെലക്ട് ചെയ്യണം. ഈ ടോപ്പ് മ്യൂച്വൽ ഫണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ കിട്ടുന്നതാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് സ്റ്റഡിയും കാര്യങ്ങളും ചെയ്യാം. 100 രൂപയ്ക്ക് വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ല നല്ല ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഓരോ കാറ്റഗറി ഉണ്ട്. സേഫ് ഫണ്ട്, ബെറ്റർ ദാൻ FD, ടാക്സ് സേവിങ്, ELSS ഫണ്ട്, ടോപ്പ് ബാലൻസ്ഡ് ഫണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റഡി ചെയ്യാവുന്നതാണ് കേട്ടോ. ലാർജ് ക്യാപ്പ് ഫണ്ട്, മൾട്ടി ക്യാപ്പ് ഫണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് മാറുന്നുണ്ട്. എക്സ്പ്ലോർ ഓൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഫണ്ടിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് മിറായി അസറ്റ് ഗ്രേറ്റ് കൺസ്യൂമർ ഫണ്ട് ഗ്രോത്ത് ആണ്. അപ്പോൾ ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലംസമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. വാച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വാച്ച് ലിസ്റ്റിലേക്ക് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എക്സിറ്റ് ലോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അറിയാൻ പറ്റും. നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കോ കേട്ടോ. 15% യൂണിറ്റ് STP, അതായത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ, ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് STP എന്ന് പറയുക. ഒക്കെ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അങ്ങനെ 365 ദിവസത്തിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ലോഡൊന്നുമില്ല. 15% മുകളിലാണ് എക്സിറ്റ് ലോഡുണ്ട്. എക്സിറ്റ് ലോഡ് വരുന്ന കാലാവധി 1 ഇയർ ആണ്. ഒരു വർഷത്തിനുള്ളിൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1% എക്സിറ്റ് ലോഡുണ്ട് കേട്ടോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു 1% എക്സിറ്റ് ലോഡ് ഈഫ് റിഡീംഡ് വിത്തിൻ 1 ഇയർ. ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ ഒരു വർഷത്തിന് ശേഷമാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എക്സിറ്റ് ലോഡ് ഒന്നുമില്ല. അപ്പോൾ ആ 1% നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 15% ഫണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ 15% ഫണ്ട്, ഇപ്പോൾ 150 യൂണിറ്റ് കിട്ടിയെങ്കിൽ എൻ്റെ 10% എന്ന് പറയുന്നത് 15 യൂണിറ്റ് ആണല്ലോ. അങ്ങനെ 15% വരെ കേട്ടോ, 15% വരെ നിങ്ങൾക്ക് STP ആയിട്ട് ചെയ്യാം. കാരണം ഈ ഫണ്ടിനെ വിറ്റ് മറ്റൊരു ഫണ്ടിലേക്ക് ഇടുന്നു, അതാണ് STP എന്ന് പറയുക. അത് ചെയ്യാൻ അതിന് തടസ്സമൊന്നുമില്ല. അതിന് എക്സിറ്റ് ലോഡ് ഇല്ല എന്നാണ് പറഞ്ഞത്. സാധാരണ ഇത് നമ്മളൊന്നും അങ്ങനെ കോംപ്ലിക്കേഷനായിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഓക്കെ കൊടുത്തു. ബാക്കി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഫാക്ട് ഷീറ്റിൽ ചെക്ക് ചെയ്താൽ കിട്ടും. ക്ലിക്ക് ഹിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതുപോലെ അത് ഞാനിപ്പം അതിലേക്ക് പോകുന്നില്ല, കാരണം മിക്കതിന് തന്നെ കോമൺ ആണ്. ഇതിന് ടാക്സും കാര്യങ്ങളൊക്കെ വരുന്ന ഇക്വിറ്റിയുടെ അതേപോലെ ടാക്സും കാര്യങ്ങളുമാണ് വരുന്നത്. മിക്കതും കോമൺ ആണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കൂടുതൽ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ മിനിമം SIP എമൗണ്ട് 500 രൂപയാണ്. മിനിമം ലംസം എമൗണ്ട് 5000 രൂപയാണ്. 4233 കോടിയാണ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇതൊരു സെക്ടോറൽ അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ടാണ്, ഇക്വിറ്റി ബേസ്ഡ് ആണ്. ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും, പക്ഷേ നമ്മളിപ്പോൾ നോക്കിയതാണല്ലോ, അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. തീമാറ്റിക് ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ബിഗിനേഴ്സിന് വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ മറ്റ് 1-2 ഫണ്ട്, 2-3 ഫണ്ടുകൾ കൂടി ചെയ്യാനുള്ള ഒരു SIP ആയിട്ടായാലും മതി. ഒരു ഇത് കയ്യിൽ കരുതുകയാണെങ്കിൽ ഒരു ബേസ് എന്ന രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില ഫണ്ടുകളുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇത് ചെയ്താലും മറ്റേ ഫണ്ടുകൾ കൂടി ചെയ്യാനുള്ള ഒരു ഫണ്ട് കൈ കരുതിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. തീമാറ്റിക് ഫണ്ട് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് നേരെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ഓർ SIP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ലംസമാണോ അതോ SIP ആണോ എന്ന് ചോദിക്കുന്നു. ബിഗിനേഴ്സ് SIP കൊടുത്താൽ മതിയാകും കേട്ടോ. എനിക്ക് ഒരുപാട് ഫണ്ടുകൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, മിക്കതിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ലംസം അല്ലെങ്കിൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്ത്. SIP ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. SIPയുടെ ഡ്യൂറേഷൻ, ഇൻസ്റ്റാൾമെൻറ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇത് ഞാൻ വേറെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി വേറെ ഒരു ഫണ്ടിൽ ഞാൻ ചെയ്യാം. എന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് ഡേറ്റ് ഏത് ഡേറ്റ് കൊടുക്കണം എന്നുള്ളത് നോർമലി മന്ത് അവസാനം കൊടുക്കുന്നത് നല്ലതായിട്ട് കാണാറുണ്ട്. സ്റ്റഡി അങ്ങനെ പറയാറുണ്ട്. അതായത് 1-ാം തീയതി 2-ാം തീയതിക്കും പകരം ഒരു 20-ാം തീയതിക്ക് മുകളിലുള്ള ഡേറ്റാണ് നല്ലതായിട്ട് കാണാറുണ്ട്. ഒരു സ്റ്റഡി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി SIP ഡ്യൂറേഷൻ, എത്ര നാൾ നിങ്ങൾ SIP ചെയ്യുന്നു, ഇത് മാക്സിമം ചെയ്യുന്നതാണ് നല്ലത്. 25 വർഷം, 24 വർഷം, 23 ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. 1-2 വർഷം കൊടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കൂടുതൽ കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റുമോ, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഇവരങ്ങനെ ചോദിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 25 വർഷം കൊടുത്തു എന്ന് കരുതിയിട്ട് 25 വർഷം ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, അതിനൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഫൈനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരില്ല, അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു 6 മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 6 മാസം ഇൻവെസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, അതിൻ്റെ ഓപ്ഷനുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, പൈസ അവിടെ കിടന്നോട്ടെ, പിന്നീട് എടുക്കാം എന്നുള്ള ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല അപ്പം തന്നെ നമുക്ക് എടുക്കണമെങ്കിൽ അത് വിൽക്കാം, എടുക്കാം, അതിനും കുഴപ്പമില്ല. ഇതിനൊന്നും ഒരു പ്രശ്നവും കേട്ടോ. ഇവിടെ 25 അല്ലെങ്കിൽ 6 മാസമോ 12 മാസമോ ഒന്നും കണ്ട് പഠിക്കാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പേ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ടുഡേ, ഇത് ടിക്ക് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഇന്ന് തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് പൊയ്ക്കോട്ടെ എന്ന രീതിയിലാണ് ഇത് ചോദിക്കുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇന്ന് തന്നെ പൊയ്ക്കോട്ടെ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. കാരണം ഇന്ന് മാർക്കറ്റ് ഡൗണൊക്കെയാണ്, അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യുന്നതാണ് നല്ലത്. മിക്കവാറും നാളത്തെ NIVയിലായിരിക്കും നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ പോലും നാളെയും ഡൗൺ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായല്ലോ. പക്ഷേ അത് നോക്കിയിരിക്കാൻ നമുക്ക് പറ്റില്ല, ഡൗൺ ആണോ അല്ലയോ എന്ന് അറിയത്തില്ല. നാളെ അപ്പാണേ പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ണിങ്ങായിട്ട് നോക്കണ്ട. ഇന്നൊരു ഡൗൺ കണ്ടു, അപ്പോൾ നമുക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പേ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ടുഡേ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ SIP ഡ്യൂറേഷനെ പറ്റി ഞാൻ പറഞ്ഞു, ഇൻസ്റ്റാൾമെൻറ്റ് ഡേറ്റിനെ പറ്റി പറഞ്ഞു. എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റുകയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ അത് ടൈപ്പ് ചെയ്യുന്ന തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ലംസത്തിനാണ് കൊടുക്കുന്നത്. ഒരു 25,000 രൂപയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 25,000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതൊക്കെ ഞാൻ SIP ആയിട്ട് ചെയ്യാം കേട്ടോ. SIP മോഡിൽ ചെയ്യാം, കാരണം നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ലംസം കൊടുക്കട്ടെ. ബൈ നൗ കൊടുത്തു. നമ്മുടെ ബാങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പേ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഒരു OTP ഫോൺ നമ്പറിലേക്കും ഇമെയിലിലേക്കും വന്നിട്ടുണ്ട്. ആ OTP നമുക്ക് എൻ്റർ ചെയ്യാം. സബ്മിറ്റ് കൊടുക്കാം. നെറ്റ് ബാങ്കിങ് വേണോ UPI വേണോ, പിന്നെ മാൻഡേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ മാൻഡേറ്റിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ ടൈമാണ് കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് മാൻഡേറ്റ് വേണ്ട. SIP ചെയ്യുന്നവർ ഈ മാൻഡേറ്റ് നോക്കണം കേട്ടോ. SIP ചെയ്യുന്നവർ ഈ മാൻഡേറ്റ് ചെയ്യണം. എന്നാൽ SIP ചെയ്യേണ്ടാത്തവർ അതിൻ്റെ ആവശ്യമില്ല. അവർക്കൊന്നെങ്കിൽ നെറ്റ് ബാങ്കിൽ കൂടെയോ അല്ലെങ്കിൽ UPI കൂടെയോ പേയ്മെൻറ്റ് നടത്തും. ഞാൻ UPI വഴിയാണ് നടത്തുന്നത്. അപ്പോൾ UPIയിൽ ക്ലിക്ക് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. ഇനി നമ്മുടെ UPI ID ഇവിടെ ക്ലിക്ക് ചെയ്യണം. ചിലപ്പോൾ ഇത് കഴിയുമ്പോഴത്തേന് സ്ക്രീൻ റെക്കോർഡ് വർക്കാവില്ല. അപ്പോൾ ഞാനത് UPI ID എൻ്റർ ചെയ്തതിന് ശേഷം നോക്കട്ടെ. അപ്പോൾ എൻ്റർ ചെയ്തതിന് ശേഷം വരാം, കാരണം ഈ പേയ്മെൻറ്റിലേക്ക് പോകുമ്പം ഇങ്ങനെ റെക്കോർഡിംഗ് ആപ്പൊന്നും വർക്കാവില്ല. ഇവിടെ നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്യാം. അപ്പോൾ എൻ്റെ UPI ID തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എൻ്റെ പേര്, ഇനിഷ്യൽ, പിന്നെ ഒരു അക്കം, പിന്നെ ഒരു ഐഫൺ, പിന്നെ 1. അപ്പോൾ ഇങ്ങനെയാണ് UPI ഉള്ളത് കേട്ടോ. നിങ്ങളുടെ UPI ID വേറെയാണ്. ഓക്കെ, ഞാൻ തൽക്കാലം UPI ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. റെക്കോർഡിങ്ങിന് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് 25,000 രൂപയുടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ഫണ്ടിൻ്റെ ഡെബിറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഞാനിവിടെ പേ കൊടുക്കുന്നു. ഇനി UPIയുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. ഞാൻ മൊബൈലിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. സംഭവം മൊബൈലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൊബൈലിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് പോയിട്ടുണ്ട്, പൈസ പോയ മെസ്സേജ് വന്നു. ഇന്ത്യൻ ക്ലിയറിംഗ് കോർപ്പറേഷനിലേക്കാണ് പൈസ പോയിരിക്കുന്നത്. ഇതൊന്നും പേടിക്കണ്ട കേട്ടോ, ഇതൊക്കെ ഗവൺമെൻറ് ബോഡിയും കാര്യങ്ങളുമാണ്. ബാങ്കിൽ നിന്ന് പൈസ പോയതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പൈസ വന്നതായിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട, വെയിറ്റ് ചെയ്താൽ മതി. ഈ പൈസ വന്നതിന് ശേഷം 3 വർക്കിംഗ് ഡേ കേട്ടോ, 3 വർക്കിംഗ് ഡേക്കുള്ളിൽ നമുക്ക് ഈ ഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഒരു താമസമുണ്ട്. മിക്കവാറും നാളത്തെ NIVയിലായിരിക്കും കിട്ടുക. നാളത്തെ NIV ഏതാണ് എന്നുള്ളത് നാളെ 6 മണിക്ക് ശേഷമാണ് നമുക്ക് അറിയാൻ കഴിയുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ റെഡി ആയിട്ടുണ്ട്. 30 സെപ്റ്റംബറിലാണ് ഓർഡർ പോയിരിക്കുന്നത്, നമുക്കിവിടെ കാണാം. ക്രെഡിറ്റ് ഡേറ്റ് 1 എന്നുള്ളത് നാളെയാണ് കേട്ടോ, 1 ഒക്ടോബർ കേട്ടോ. 1 ഒക്ടോബർ നാളെയാണ്. അണ്ടർ പ്രോസസ്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ, ഓർഡർ ഇൻ പ്രോഗ്രസ് കാണിക്കുന്നുണ്ട്. ലംസമാണ് എന്നുള്ളതും എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നാളെ വരുമെന്നാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3 വർക്കിംഗ് ഡേ ആണ് സാധാരണ പറയുന്നത്. നാളത്തെ NIV ആയിരിക്കും ഉണ്ടാവുക കേട്ടോ, അത് കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ IDയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ സേവ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ കാണും. പിന്നെ എത്ര യൂണിറ്റ് കിട്ടിയെന്നൊന്നും ഇപ്പോൾ കാണിയില്ല, കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ കാണുള്ളൂ. അന്നത്തെ NIV വെച്ച് നോക്കിയിട്ടേ അങ്ങനെ കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഞാൻ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങൾ ഇത് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ക്ലയൻസും മറ്റും ആണെങ്കിൽ, അതായത് അക്കൗണ്ടൊക്കെ എടുത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫണ്ടും കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങളുടെ ഫണ്ടുകൾ ഉള്ളത് ഇതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഞാൻ ബാക്ക് അടിച്ച് പോവുകയാണ്.
അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിത് പല ആപ്ലിക്കേഷനിൽ പല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തതാണ്. അതെല്ലാം നമുക്ക് ഇവിടെ ഒറ്റ വിൻഡോയിൽ നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാം ഇവിടെ കാണുമല്ലോ, മൊത്തം റിട്ടേൺ എത്രയുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണും. അതുപോലെ അഡ്വൈസർ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഓൾ എന്നുള്ള ഭാഗത്താണ് ഇത് നിന്ന് അഡ്വൈസർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡ്വൈസർ ഞാൻ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ രണ്ടും ഒരാളാണ്, ഞാൻ തന്നെയാണ്. ഇത് SIP ആണ് എൻ്റെ പോകുന്നത്. ഇപ്പോൾ 21,000 രൂപ SIP പോയിട്ടുണ്ട്. ഒരു രൂപയുടെ ഒരു കുറവുണ്ട്. റിട്ടേൺ 39% റിട്ടേണും ഉണ്ട്. ആനുവൽ ഗ്രോത്ത് റിട്ടേൺ ആണ് നമുക്കിവിടെ കാണുന്നത്. അത്യാവശ്യം നല്ല റിട്ടേൺ ഉണ്ട്. SIP രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത SIP ഞാൻ ചെയ്യുമ്പോൾ ആ വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തരാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഇനി ഔട്ട്സൈഡ് ഫണ്ട് കാണണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഔട്ട്സൈഡ് എന്ന് പറയുന്ന ഭാഗമില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള ഫണ്ടുകൾ, അതായത് എൻ്റെ തന്നെ ഫണ്ട്, ഞാൻ വേറെ ആപ്ലിക്കേഷനിലും മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ നമുക്കിവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു ആനുവൽ ഗ്രോത്ത് എന്ന് പറയുന്നത് 34% ഇവിടെ കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് ബിഗിനേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വളരെ ലെങ്തി ആയിട്ട് ചെയ്തത്. അത് ലെങ്തി മനഃപൂർവ്വം ആക്കിയതല്ല, ലൈവ് ഇൻവെസ്റ്റ്മെൻറ്റ് വരെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ വരരുത്, പക്കയായിട്ട് ചെയ്യാൻ പറ്റണം കേട്ടോ. ഇതിപ്പോൾ ആർക്കും പക്കയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏഞ്ചൽ 1-ൻ്റെയോ അസറ്റ് പ്ലസിൻ്റെയോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് ഉപയോഗിച്ചെടുത്തിട്ട് സുഖമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി മൊബൈലിൽ കാണിക്കണേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മൊബൈലിൽ കാണിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മൊബൈലിലാണ് കാണിച്ചത്, വേറെ ഒരു വീഡിയോയിൽ മൊബൈലിൽ കാണിക്കാം. ഇതിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഏതൊക്കെ തരം വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെയാണ് ഡൗട്ടുകൾ, ഈ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്ക്, മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അത് ഞാൻ കണ്ടു. അപ്പോൾ കൂടുതൽ ലൈക്കും ചെയ്തതും കൂടുതൽ വ്യൂസ് ഉള്ളതും മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ലൈക്ക് ഒട്ടും കുറയ്ക്കേണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരത് ചെയ്യുക. പിന്നെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിച്ചോ, അവരും കൂടെ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. എന്തായാലും ഇതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. താങ്ക്